ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻ. രണ്ട് ലൈനുകൾ തന്നിട്ടുണ്ട്. അതായത് ഇതുപോലെയാണ് ഇരിക്കുന്ന രണ്ട് ലൈന്. എങ്ങനെ ആ രണ്ട് ലൈൻ ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? നോർമലി അതെന്ന് പറയുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം ബേസിക്കലി ടു ലൈൻസ് ഇൻ സ്പേസ് എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ, അതിന്റെ മീനിങ് എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം വിൽ ബി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം പോയിന്റ് ഓൺ വൺ ലൈൻ ടു ദ അനദർ ലൈൻ. അതായത് രണ്ട് ലൈനുകൾ ഇന്റർസെക്റ്റിംഗ് ആണ്, 0 ഇല്ല, ഒബിയസ് ആണ്. അതുപോലെ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ അതിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, now in space there are lines which are neither intersecting nor parallel. In fact, such spatial lines are non-coplanar, called skew lines. അതായത് 3 ഡയമെൻഷനുള്ള ലൈനാണ്. ഇത് രണ്ട് ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും പാരലും അല്ല, അതുപോലെ തന്നെ രണ്ടും എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്റ്റിംഗ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ലൈനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ കോപ്ലൈനാർ സ്ക്യൂ ലൈൻസ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള ലൈനെ നമ്മൾ എന്തിനു വിളിക്കുന്നു? നോൺ കോപ്ലൈനാർ സ്ക്യൂ ലൈൻ. ഓക്കെ, നൗ ഇതുപോലൊരു റൂം കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് 1, 3, 2 യൂണിറ്റ്. ഓക്കെ, അതായത് ഇതുപോലൊരു റൂം കൺസിഡർ ചെയ്യുന്നു. എക്സ് ആക്സിസിലുള്ള ഡയമെൻഷൻ 1, ഓക്കെ, എക്സ് ആക്സിലുള്ള ഡയമെൻഷൻ 1, വൈ ആക്സിസിലുള്ളത് 3, ഇസഡ് ആക്സിസിലുള്ളത് എത്രയാണ്? 2. ഇങ്ങനെയുള്ള ഒരു ലൈൻ കണ്ടുപിടിക്കുക. ഓക്കെ, ദ ലൈൻ GE ഗോസ് ഡയഗണലി അക്രോസ് ദ സീലിംഗ്. അപ്പം ആ ഒരു ഡയഗ്രമാണ്. ഈ ഒരു ഡയഗ്രം ഞാൻ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത അതായത് ഈ ലൈൻ GE എന്ന് പറയുന്നത് എന്താണ്? ഗോസസ് ഡയഗണലി അക്രോസ് ദ സീലിംഗ്. ഈ സീലിംഗിലുള്ള ഡയഗണലി അക്രോസ് ആണ് GE പോകുന്നത്. ലൈൻ DB ഇതിലൂടെ പാസ് ചെയ്യുന്നു. വൺ കോർണർ ഓഫ് ദ സീലിംഗ് ഡയറക്ട്ലി അബോവ് ആൻഡ് ഗോസ് ഡയഗണലി ഡൗൺ ദ വോൾ. അതായത് ഈ ഒരു ഡയഗണലിൽ കൂടെ ക്രോസ്, ഈ ഫേസിന്റെ ഡയഗണലിൽ കൂടെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. These lines are skew line because they are not parallel, also never meet. Okay, by the shortest between two lines we mean the joint of a point in one line with the one point on the other, so that length of the segment obtained is smallest. അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജോയിൻ ഓഫ് എ പോയിന്റ് ഇൻ വൺ ലൈൻ എന്തായിരിക്കും? വിത്ത് വൺ പോയിന്റ് അനദർ, സോ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ് ഒബ്റ്റൈൻഡ് സ്മോളസ്റ്റ്. അതായത് ഞാൻ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം. പക്ഷേ സച്ച് എ വേ ദാറ്റ് എന്തായിരിക്കണം? ഏത് കേസിലാണോ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നത് അത് മിനിമം ആകുന്നതാണ്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് വളരെ വലുതായിരിക്കും, ഇവിടെ എടുക്കുന്നെങ്കിൽ ഡിസ്റ്റൻസ് ചെറുതായിരിക്കും. ഇവിടെ ഏതോ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എടുക്കും. കാരണം ഇത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഷോർട്ട് ആകും, പിന്നെ ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് കുറയുന്നു, ഒരു പോയിന്റ് വെച്ച് മിനിമം ആവുന്നു, പിന്നെ ഇത് എന്ത് ചെയ്യുന്നു? കൂടിയുന്നു. ഓക്കെ, ഫോർ സ്ക്യൂ ലൈൻ ദ ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ലൈൻ. ഈ ലൈനും ഈ രണ്ട് ലൈനും എന്തായിരിക്കും? അത് പാരലൽ ആയിരിക്കും. ഓക്കെ, അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻ. അപ്പോൾ നമ്മൾ സ്ക്യൂ ലൈൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? നോൺ ഇന്റർസെക്റ്റിംഗ്, നോൺ കോപ്ലൈനാർ. എന്തായിരിക്കും? നമ്മൾ രണ്ടിന്റെ വെക്ടർ ഇക്വേഷൻ ഉണ്ട്. ഡിറ്റർമൈൻ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ്. അതായത് വെക്ടർ ആർ A1 പ്ലസ് ലാംഡ B1, വെക്ടർ ആർ A2 പ്ലസ് ലാംഡ B2. ഇത് എന്താണ്? വെക്ടർ ഇക്വേഷൻ ആണ്. A1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. B1 എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ആദ്യത്തെ വെക്ടറിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് ഇത്. ഇത് രണ്ടാമത്തെ വെക്ടർ ഇക്വേഷൻ ആണ്. ഇങ്ങനെ രണ്ട് വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് L1 ആൻഡ് L2 ബി ടു സ്ക്യൂ ലൈൻ. ഓക്കെ, ഇതാണ് L1 എന്ന് പറയുന്ന സ്ക്യൂ ലൈൻ, ഇതാണ് L2 എന്ന് പറയുന്ന സ്ക്യൂ ലൈൻ. ആ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിനും ചില സിറ്റുവേഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇതിന്റെ എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. ടേക്ക് എനി പോയിന്റ് എസ് ഓൺ L1 വിത്ത് പൊസിഷൻ വെക്ടർ A1 ആൻഡ് T ഓൺ L2 വിത്ത് പൊസിഷൻ വെക്ടർ A2. ഓക്കെ, ഈ പറയുന്ന എസിന്റെ പൊസിഷൻ വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? A1. ടിയുടെ പൊസിഷൻ വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? A2. ഈ എസ് എന്ന് പറയുന്ന L1ലെ ലൈനാണ്. ഈ ടി എന്ന് പറയുന്ന ഏതിലെയാണ്? L2ലെ ലൈനാണ്. ടേക്ക് എനി പോയിന്റ് എസ് ഓൺ L1 വിത്ത് പൊസിഷൻ വെക്ടർ A1 ആൻഡ് ടി ഓൺ L2 വിത്ത് പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? A2.
then the magnitude of the shortest distance vector will be equal to the എന്തായിരിക്കും projection of ST along the direction of the line shortest distance. അതിന്റെ മീനിങ് എന്താണ്? കാര്യം ഇത്രയേ ഉള്ളൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഈ എസും ടിയും തമ്മിൽ ജോയിൻ ചെയ്തൊരിക്കലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല, അതിൻ്റെ എന്താണ് പ്രൊജക്ഷനാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്തായിരിക്കും ഇതുപോലൊരു പ്രൊജക്ഷൻ കാണും. ഈ വെക്ടറിന് അലോങ് ആയിട്ടുള്ള എസ് ടിയുടെ പ്രൊജക്ഷൻ ആയിരിക്കും ഇത് തമ്മിൽ എന്തായിരിക്കും ഈക്വൽ മാഗ്നിറ്റ്യൂഡിലായിരിക്കും. എന്തായിരിക്കും ഈ എസ് ടിക്ക് അലോങ് ആയിട്ടുള്ള, അതായത് ശ്രദ്ധിച്ചോണം, then the magnitude of the shortest distance vector will be equal to, അതായത് ഈ രണ്ട് പാരലൽ വെക്ടറിനിടയ്ക്കുള്ള പല ഡിസ്റ്റൻസ് ഉണ്ട്, അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ടു ദ പ്രൊജക്ഷൻ ഓഫ് എസ് ടി. ഈ എസ് ടി എന്ന് പറയുന്ന വെക്ടറിന് നമ്മൾ പ്രൊജക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വെക്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷനും ഉണ്ട്. ഒരു എ ബി എന്നൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന് ഇതുപോലെ ഒരു പി, ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷനും ഉണ്ട്, ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷനും ഉണ്ട്. എന്തായിരിക്കും പി എന്ന് പറയുന്നത് എന്തായിരിക്കും എ ബി കോസ് തീറ്റ. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും എ ബി സൈൻ തീറ്റ. അതാണ് അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ പ്രൊജക്ഷനും. ഞാനിങ്ങനെ ഒരു എ ബി എന്നൊരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എ ബി കോസ് തീറ്റ, വെർട്ടിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും എ ബി സൈൻ തീറ്റ. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റ, വെർട്ടിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എ ബി സൈൻ തീറ്റ. ഓക്കെ, then the magnitude of the shortest distance vector will be equal to the projection of ST. എന്തായിരിക്കും ഈ എസ് ടിയുടെ പ്രൊജക്ഷൻ along the direction of the line of shortest distance. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പി ക്യൂ ആണെന്ന് അസ്യൂം ചെയ്താൽ എസ് ടിക്ക് പി ക്യൂലുള്ള കമ്പോണന്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇഫ് പി ക്യൂ ഈസ് ദ, ശ്രദ്ധിക്കുന്നതാണ്, ഇഫ് പി ക്യൂ ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വെക്ടർ ബിറ്റ്വീൻ L1 and L2, then it being perpendicular to both B1 and B2. അടുത്ത അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? കാരണം B1 എന്ന് പറയുന്നത് L1 പാരലൽ ഒരു വെക്ടറാണ്, B1 എന്ന് പറയുന്നത് L1 പാരലൽ വെക്ടറാണ്, B2 എന്ന് പറയുന്നത് L2 പാരലൽ വെക്ടറാണ്. അങ്ങനെയാണ് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ്. രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ കിട്ടുന്ന എന്ത് എടുത്താൽ മതി, ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. അതായത് എൻ ക്യാപ് എന്ന് പറയുന്നത് എന്തായിരിക്കും B1 ക്രോസ് B2 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ഓക്കെ, അപ്പൊ എന്തായിരിക്കും പിക്ക് തന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അടുത്ത എന്തായിരിക്കും L1 ഉം L2 നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് B1 ആൻഡ് B2. അപ്പൊ B1 നും B2 നും പെർപെൻഡിക്കുലർ ആയിരിക്കും ഏതെന്ന് പറയുന്നത് PQ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ അലോങ് PQ എന്ന് പറയുന്നത് എന്തായിരിക്കും B1 ക്രോസ് B2 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. അതായത് നമുക്ക് ഇങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ എയും ഇതിപ്പോൾ നമ്മുടെ ഏതാണ് എക്സും വൈയും ആണെങ്കിൽ എക്സിൻ്റെ വൈയുടെയും ക്രോസ് പ്രോഡക്റ്റ് ഏതിന് അലോങ് ആയിരിക്കും, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഐ ക്രോസ് ജെ കെ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വെച്ച്, അതേ ഒരു ഐഡിയ വെച്ച്. ഇപ്പോൾ B1 ഉം B2 ഉം രണ്ട് വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ആ B1ൻ്റെ, അതായത് L1 എന്ന് പറയുന്നത് B1 പാരലാണ്, L2 എന്ന് പറയുന്നത് B2 പാരലാണ്. അപ്പോൾ ഈ L1 ഉം L2 നും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏത് വരുന്നത് B1 ക്രോസ് B2. അതായത് PQ is the shortest distance between, it is perpendicular to both B1 and B2. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം എന്തുകൊണ്ടാണ്, ഏകദേശം B1 എന്ന് പറയുന്നത് ഇതിലൂടെ വരും, ഇതിന് പാരലായിട്ട് വരും, ഇതിലേത് വേണമെങ്കിലും B1 ആകും. B2 എന്ന് പറയുന്ന ഇതിന് പാരലായിട്ട് എവിടെ വേണമെങ്കിലും വരാം. അതായത് ഗിവൺ ലൈനിന് പാരലാണ് B1 എന്ന് പറയുന്ന വെക്ടർ. നമ്മൾ വെക്ടർ ഐഡിയ പഠിച്ചതാണ്. ഒരു പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഗിവൺ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന A1 ആയിരിക്കും, ഗിവൺ വെക്ടറിന് പാരലായിട്ടുള്ള വെക്ടർ ആയിരിക്കും B1. അപ്പം L1 പാരലാണ് B1, L2 പാരലാണ് B2. അപ്പം L1 L2 പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് B1 ഉം B2 നും എന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ യൂണിറ്റ് വെക്ടർ B1 ക്രോസ് B2 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. അടുത്ത PQ എന്ന് പറയുന്നത് എന്താണ്? PQ എന്ന് പറയുന്നത് എന്താണ്? D ടൈംസ് n ക്യാപ്പ്. PQ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ, അതായത് ഒരു ഗിവൺ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറും ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാമെങ്കിൽ എന്തായിരിക്കും PQ എന്ന് പറയുന്നത് D ടൈംസ് n ക്യാപ്പ് ആണ്. വേർ D ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതായത് ഒരു വെക്ടറിനുള്ള യൂണിറ്റ് വെക്ടർ അറിയാം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാമെങ്കിൽ അതിനെ വെക്ടർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് വെക്ടറിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ST ആൻഡ് PQ. ഈ STക്കും PQനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണെന്ന് അസ്യൂം ചെയ്തു, തീറ്റയാണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ PQ എന്ന് പറയുന്നത് എത്രയായിരിക്കും ST കോസ് തീറ്റ. ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ഉണ്ട്. ഓക്കെ, ഈ
മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണെങ്കിൽ എന്തായിരിക്കും? ST എന്തായിരിക്കും? കോസ് തീറ്റ എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? PQ. അപ്പം STക്കും ഓക്കെ, അത് നമ്മൾ PQവിനെ ഇവിടെ എന്ത് ചെയ്യണം? പാരലായിട്ട് കൊണ്ടുവരണം. കാരണം പാരലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റ ഇവിടെ വരുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും. അതായത് PQ എന്നുള്ളതിനെ പാരലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക, PQ എന്നുള്ളതിനെ പാരലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? P ഡാഷ് Q ഡാഷ് എന്നുള്ളത് കിട്ടും. നമുക്കിവിടെ Q ഡാഷ് P ഡാഷ് എന്നുള്ളത് കിട്ടും. ആ Q ഡാഷ് P ഡാഷിനും TSനും ഇടയ്ക്കുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? ഈ Q ഡാഷ് P ഡാഷിനും TSനും ഇടയ്ക്കുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? PQ എന്ന് പറയുന്നത് എന്തായിരിക്കും? ST കോസ് തീറ്റ എന്ന് എഴുതാം. PQ എന്ന് പറയുന്നത് എന്ത് എഴുതാം? ST കോസ് തീറ്റ. ഇത് ഇതുപോലെ തന്നെ. ഓക്കെ, നൗ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ST കണ്ടുപിടിക്കണം. ഇനി കോസ് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്ക് രണ്ട് വെക്ടർ PQ ST തന്നിട്ടുണ്ട്. രണ്ട് വെക്ടറിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? A ഡോട്ട് B. രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ മോഡ് A ടൈംസ് മോഡ് B. അപ്പോൾ എന്ത് ചെയ്താൽ മതി? PQ ഡോട്ട് ST ബൈ മോഡ് PQ ബൈ മോഡ് ST. ഓക്കെ, മോഡ് PQ ബൈ മോഡ് ST എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ആ ഒരു ഡയഗ്രാം വെച്ച് തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി PQ നമ്മൾ ഓൾറെഡി പറഞ്ഞു D ഡോട്ട് എൻ ക്യാപ്പ്. നമ്മളത് ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്. PQ എന്ന് പറയുന്നത് എന്താണ്? D ഡോട്ട് എൻ ക്യാപ്പ്. വെക്ടർ ST എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ. ഓക്കെ, PQ മോഡ് PQ ടൈംസ് മോഡ് ST. മോഡുലസ് ഓഫ് PQ എന്ന് പറയുന്നത് എത്രയാണ്? D ആണ്. മോഡുലസ് ഓഫ് ST എന്ന് പറയുന്നത് എത്രയാണ്? അത് ST തന്നെയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എഴുതുന്നത്. എന്താണ്? ഇനി ഇത് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ഇനി എൻ ക്യാപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എൻ ക്യാപ്പ്? എൻ ക്യാപ്പ് B1 ക്രോസ് B2 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. അതങ്ങ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം D ക്രോസ് എൻ ക്യാപ്പ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? B1 ക്രോസ് B. ഓക്കെ, ഇത്രയാണ് നമ്മളിത് എന്ത് ചെയ്തത്? സിംപ്ലിഫൈ ചെയ്ത്. ഇനി അടുത്തത് എൻ ക്യാപ്പിന് വരെ നമുക്ക് എന്തെന്ന് ഇട്ട് കൊടുക്കാം? B1 ക്രോസ് B2 ബൈ, ശ്രദ്ധിക്കുക, ഈ ഒരു ഇതാണ് എന്തിനു വരെ ഇട്ട് കൊടുക്കുന്നത്? എൻ ക്യാപ്പിന് വരെ എന്ത് ചെയ്യുന്നത്? ഇട്ട് കൊടുക്കുന്നത്. B1 ക്രോസ് B2 ബൈ മോഡ് B1 മോഡ് B2. സോ B1 ക്രോസ് B2 ബൈ മോഡ് B1 മോഡ് B2 ഡോട്ട് A2 മൈനസ് A1. ഇവിടുത്തെ ഡിയും കൂടെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. ആ ST ഇവിടെ റിമെയിൻ ചെയ്യും. അങ്ങനെയാണ് രണ്ടെണ്ണത്തിനിടയ്ക്കുള്ള, നമുക്ക് അവിടെ അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? കോസ് തീറ്റ ആയിട്ട് എഴുതാം. അടുത്ത് അങ്ങനെയാണ് റിക്വയർഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ PQ എഴുതി, ST കോസ് തീറ്റ എഴുതി. ഈ ST കോസ് തീറ്റയ്ക്ക് വരാം B1 ക്രോസ് B2 ഡോട്ട് A1 ക്രോസ് A2 ക്രോസ് A1 ഡിവൈഡഡ് ബൈ എത്രയെന്ന് എഴുതാം? മോഡുലസ് ഓഫ് B1 ക്രോസ് B2 എന്ന് എഴുതാം. ഏതാണ്? നമുക്ക് ഇതിനെ എന്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പാൻഡ് ചെയ്താൽ മതി. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ ST ടൈംസ് B1 ക്രോസ് B2 വരും. ഓക്കെ, ആ വാല്യൂ എന്ത് കൊടുത്താൽ മതി? നമുക്കിപ്പോൾ ഓൾറെഡി കോസ് തീറ്റ കിട്ടി. ST കോസ് തീറ്റ എന്നുള്ള വാല്യൂ എന്ത് ചെയ്ത് കൊടുക്കുക? D എന്ന് പറയുന്ന PQ ആണ്, ST കോസ് തീറ്റ ആണ്. ആ വാല്യൂ എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അതായത് നമ്മുടെ പ്രീവിയസ് സ്റ്റെപ്പിൽ കിട്ടിയ എന്താണ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തെടുത്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. B1 ക്രോസ് B2 ഓക്കെ A2 ക്രോസ് A1 ബൈ B1 ക്രോസ് B2 എന്നുള്ളത്. നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഇതാണ്. ഓക്കെ,
സെയിം ഇക്വേഷൻ, ഈ കാണിച്ചിരിക്കുന്ന വെക്ടർ ഇക്വേഷൻ കാർട്ടീഷ്യനിൽ എഴുതുവാണെങ്കിൽ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ, വൈ മൈനസ് വൈ വൺ ബൈ ബി വൺ, ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി വൺ, എക്സ് മൈനസ് എക്സ് ടു ബൈ എ ടു, വൈ മൈനസ് വൈ ടു ബൈ ബി ടു, ഇസഡ് മൈനസ് ഇസഡ് ടു ബൈ സി ടു എന്നുള്ളത് നമുക്ക് ഏത് രീതിയിൽ എഴുതാം? ബി വൺ, അതായത് ബി വൺ ക്രോസ് ബി ടു ഡോട്ട് അതിൻ്റെ എന്ത് ചെയ്താൽ മതി? നമ്മൾ വെക്ടർ രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇതാണ്. ഈ കാർട്ടീഷ്യൻ രീതി ലേശം മെനക്കേടാണ്, അതേപടി ഓർത്തിരിക്കുക. കാരണം ബി വൺ ക്രോസ് ബി ടുവിൻ്റെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ ആണ് ഇത് കാണാൻ പറ്റിയിരിക്കുന്ന ഓർത്തിരിക്കുന്ന കാര്യമില്ല. ഓക്കെ അല്ലേ? ഇത് അതുപോലെ തന്നെ രണ്ടിൻ്റെയും കൂടെ എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, എക്സ് ടു മൈനസ് എക്സ് വൺ, വൈ ടു മൈനസ് വൈ വൺ, ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. ഓക്കെ, ഇവിടെ എ ടു ക്രോസ് എ വൺ അല്ല, ഇവിടെ എ ടു എത്രയാണ്? മൈനസ് ആണ്. അതിവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. കാരണം നമ്മളതായിരുന്നു എസ് ടി കോസ് തീറ്റ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തത്? പ്രൂവ് ചെയ്ത് എ ടു മൈനസ് എ വൺ ആണ്. ബി വൺ ക്രോസ് ബി ടു ഡോട്ട് എ ടു മൈനസ് എ വൺ എസ് ടി ബി വൺ ക്രോസ് ബി ടു. കാരണം ഇനി നമ്മുടെ കയ്യിൽ ഒരു എസ് ടി ഉണ്ട്. എന്ത് ചെയ്യുക? ആ എസ് ടിയും കൂടെ എന്ത് ചെയ്യും? ഇതിപ്പോൾ കോസ് തീറ്റയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എസ് ടി കോസ് തീറ്റ എഴുതുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഓക്കെ, ഇതിപ്പോൾ കോസ് തീറ്റയാണ്. അപ്പം എസ് ടി ആയിട്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. എസ് ടിയും കൂടെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ബി വൺ ക്രോസ് ബി ടു എ ടു മൈനസ് എ വൺ ബി വൺ ക്രോസ് ബി ടു എന്നുള്ള ഫോർമുലയായിട്ട് കിട്ടും. ബി വൺ ക്രോസ് ബി ടു ഡോട്ട് എ ടു മൈനസ് എ വൺ ബൈ ബി വൺ ക്രോസ് ബി ടു. കാർട്ടീഷ്യൻ ഫോർമുല ഇതാണ്, ലേശം മെനക്കേടാണ്. ഏറ്റവും നല്ല എന്താണ്? വെക്ടർ ഫോർമുല തന്നെ. ഇത് ഇത്രയും വലിയൊരു ഇക്വേഷൻ കാണാൻ പഠിക്കുന്ന മെനക്കേടാണ്. പകരം ബി വൺ ക്രോസ് ബി ടു ഡിറ്റർമിനന്റ് വെച്ച് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം, ഒരു വെക്ടർ കിട്ടും. എ ടു മൈനസ് എ വൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് മോഡുലസ് ബി വൺ ക്രോസ് ബി ടു വെച്ച് മൾട്ടിപ്ലൈ. ഏറ്റവും നല്ല വെക്ടർ രീതിയാണ് ഇത്. കാണാൻ പഠിക്കുക. ഇതിൽ ഒരു ഇക്വേഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. രണ്ടിൻ്റെ റിസൾട്ടിന്റെ സെയിം തന്നെയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൈൻ. ഇനി രണ്ട് പാരലൈൻ ആണ്. എ വൺ പ്ലസ് ലാംഡ ബി, രണ്ടാമത്തെ ലൈൻ എ ടു പ്ലസ് ലാംഡ ബി. എന്തുകൊണ്ടാണ്? രണ്ട് പാരലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ രണ്ട് ലൈനിനും റഫറൻസ് എടുത്തിരിക്കുന്ന ബി എന്നുള്ളത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൈൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ടു ലൈൻ നമ്മൾ എടുത്തിരിക്കുന്നു, L1 and L2 parallel, they are coplanar. Are A1 plus lambda b or A2 plus lambda b. A1 is a position vector of the point S on L1. A2 is a position vector of point T on L2. ഓക്കെ, ഇതാണ് L1ൽ എസ് എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് L2ൽ എന്തെന്ന് പറയുന്നത്? ടി എന്ന് പറയുന്ന പോയിന്റ്. L1 and L2 coplanar if the foot of the perpendicular from T on the L1 is എന്താണ്? P, then the distance between L1 and L2 എന്ന് പറയുന്നത് എത്രയാണ്? TP. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എസ് ടി വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ, അതായത് ടി എന്ന് പറയുന്ന L2ലെ പോയിന്റ് ആണ്, അതിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അത് L1ൽ എവിടെ കട്ട് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ എസ് എന്നൊരു പോയിന്റ് എടുത്തു, ഇതിൽ ടി എന്നൊരു പോയിന്റ് എടുത്തു, ടിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആദ്യം ഇതിനെ എവിടെ ഹിറ്റ് ചെയ്യുന്നോ അതിവിടെ 90 ഡിഗ്രിയാണ്, അതിനെ നമ്മൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നു. അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ടി പി എന്ന് പറയുന്നത്. അടുത്ത തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എസ് ടി ആൻഡ് ബി. അടുത്ത നോക്ക് എന്താണ്? ഈ തീറ്റ ഈ ഒരു വെക്ടറിനും, കാരണം നമുക്കറിയാം ഈ L1 എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന വെക്ടറിന് എന്താണ്? പാരലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ബി ക്രോസ് എസ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ക്രോസ് എസ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡുലസ് ഓഫ് ബി മോഡുലസ് ഓഫ് എസ് ടി സൈൻ തീറ്റ എൻ ക്യാപ് എന്നുള്ളതായിരിക്കും. ഓക്കെ, അടുത്ത എൻ ക്യാപ് ഈസ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ L1 ആൻഡ് L2. അതായത് ഈ ഒരു സിറ്റുവേഷൻ എൻ ക്യാപ് എന്ന് പറയുന്നത് എന്താണ്? തമ്പ് റൂൾ വെച്ച് എടുത്താൽ മതി. ബിക്കും എസ് ടിക്കും റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വെച്ച് നമുക്കറിയാം എന്തായിരിക്കും? ഈ ഒരു സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തോട്ട് വരും. നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങളുടെ വിരൽ ഇവിടെ വെക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യിക്കുക, നിങ്ങളുടെ വിരൽ ഇവിടെ എത്തിക്കുക. അപ്പോൾ തള്ളവിരൽ എങ്ങോട്ടാണ് ഫേസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ നാല് വിരൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കൈപ്പത്തിയും വെക്കുക, ഇവിടെ നാല് വിരൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിരൽ ഇവിടെ എത്തും. ഈ വിരൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വിരലുകൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. തമ്പ് എങ്ങോട്ട് വരും? നമ്മളെ തന്നെ ഫേസ് ചെയ്തിരിക്കും. നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എൻ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൈൻ L1 ആൻഡ് L2. അതുപോലെ എസ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? A2 മൈനസ് A1. പൊസിഷൻ വെക്ടർ പി വി ബി മൈനസ് പി വി എ. ഇവിടെ എന്തായിരിക്കും? പി വി ടി മൈനസ് പി വി എസ്. എന്താണ് പി വി? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ.
പി വി എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എന്ത് കിട്ടും? ബി ക്രോസ് A2 മൈനസ് A1 എന്ന് പറയുന്നത് എത്ര കിട്ടും? മോഡ് ബി ടൈംസ് പി ടി ടൈംസ് എൻ ക്യാപ്. ഓക്കെ, പി ടി ആണ് A2ഉം T1ഉം തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്? ഡിഫറൻസ്. അതിവിടെ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണാം. ഓക്കെ, പിയും ടിയും തമ്മിലുള്ള, അപ്പം ബി ക്രോസ് A2 മൈനസ് A1 എന്ന് പറയുന്നത് എത്ര കിട്ടും? മോഡുലസ് ഓഫ് ബി പി ടി എൻ ക്യാപ്. എന്തുകൊണ്ടാണ്? പി ടിക്ക് വരും നമുക്ക് എന്തെന്ന് എഴുതാം? കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാണ്. എസ് ടി കോസ് തീറ്റയാണ്. നമുക്ക് സൈൻ തീറ്റ എടുത്താൽ നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് എന്ന് എഴുതാം. പി ടി ബൈ എസ് ടി എന്ന് എഴുതാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതിൽ നിന്നാണ് പി ടിക്ക് ഒരു എസ് ടി സൈൻ തീറ്റ എന്ന് എഴുതിയത്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് സ്റ്റെപ്പിൽ എക്സ്പ്രഷൻ എന്ത് ചെയ്യാണ്? മാനിപ്പുലേറ്റ് ചെയ്യാണ്. സോ എസ് ടി സൈൻ തീറ്റയ്ക്ക് വരും നമ്മൾ പി ടി എന്ന് എഴുതി. സോ ബി ടൈം പി ടി എൻ ക്യാപ്. എൻ ക്യാപ്പിൻ്റെ വാല്യൂ ഇനി രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? മോഡ് ബി ക്രോസ് A2 മൈനസ് A1 എൻ ക്യാപ്പ് 1 വരും. മോഡ് ബി ടൈംസ് പി ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് എത്ര കിട്ടും? ബി ക്രോസ് A2 മൈനസ് A1 ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. നമ്മുടെ കയ്യിൽ രണ്ട് L1 L2 ഉണ്ട്. ഈ L1 L2 പാരലാണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് വെച്ചിരിക്കുന്ന ബി പാരലായിരിക്കും. ഇതിൻ്റെ പൊസിഷൻ വെക്ടർ A ആണ്, ഇതിലെ പൊസിഷൻ വെക്ടർ A2 ആണെങ്കിൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് പി ടി എന്ന് പറയുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പി ടി എന്ന് പറയുന്നത് ബി ക്രോസ്, സാധാരണ നമുക്ക് എത്രയായിരിക്കും? B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 വരെ. ഇവിടെ ബി ക്രോസ് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മോഡ് ബി എന്നുള്ളൊരു ഇക്വേഷൻ ആയിട്ട് വരും. ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രത്യേകത എന്ന് പറയുന്നത്.